അഷ്ഫാഖ് മദ്യപിച്ച് യാതൊരു ബോധവുമില്ലാതെയായിരുന്നു ആദ്യ ദിവസം പോലീസിന്റെ കയ്യിൽ അവനെ കിട്ടുമ്പോൾ. അപ്പോൾ അവനോട് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന അവന്റെ ഒരു സുഹൃത്തിന് അവൻ ഈ കുഞ്ഞിനെ പൈസയ്ക്ക് വിറ്റു എന്നുള്ളതാണ് അവൻ പറയുന്നത്. പക്ഷെ പോലീസ് ചോദിക്കും പരസ്പരം ഒന്നുമില്ലാതെ പിന്നെ അവൻ പറയുന്നത് ഞാൻ മറന്നുപോയി എന്ന് പറയുന്നുണ്ട്. ശേഷം പിന്നീട് രാവിലെ മദ്യത്തിന്റെ അവർ കെട്ടിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവൻ കാര്യങ്ങൾ പോലീസിന്റെ അടുത്ത് വ്യക്തമാക്കുന്നത്. അന്ന് കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ഇവിടെ എല്ലാവരും ക്രൗഡ് ആയതുകൊണ്ട് വല്ല അവനെ ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ വല്ല അന്ന് തെളിവെടുക്കാൻ പറ്റിയില്ല. പിന്നീട് 2 ദിവസം 3 ദിവസത്തെ ശേഷം ആരുമില്ലാത്ത സമയത്താണ് അവനെ കൊണ്ടുവന്നത് തെളിവെടുത്ത് പോയത്. അധികാരം പേരുണ്ടായിരുന്നില്ല. പോലീസുകാർ അതിന്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ നോക്കി ഭയങ്കര സേഫ് ആയിട്ടാണ് അവനെ കൊണ്ടുവന്ന് എവിഡൻസ് ഒക്കെ എടുത്തിട്ട് പോയത്. ഏകദേശം 4 മണി 3 മണിയൊക്കെ ആയപ്പോഴാണ് കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരമ വൃത്തികെട്ടവന് കേരള പോലീസ് നല്ല ഇടിയന്മാർ പോലീസ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ നമ്മുടെ പോലീസ് ജനമൈത്രിയായി. അപ്പോൾ അതുകൊണ്ട് അവർ ഉപദ്രവിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല എന്നൊക്കെ പൊതുവിൽ പറയുമെങ്കിലും അഷ്ഫാഖ് കാലത്തിന് തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളുള്ള അച്ഛന്മാരായിട്ടുള്ള ഒരുപാട് പോലീസുകാർ ആ സ്റ്റേഷനിൽ തീർച്ചയായിട്ടും ഉണ്ടാവില്ല. എല്ലാ പോലീസ് സ്റ്റേഷനിലും ഉണ്ടല്ലോ. മനുഷ്യൻ്റെ വേദന അറിയുന്ന ആ ഒരു ദണ്ണം അറിയുന്ന പോലീസുകാരുണ്ടാവുമല്ലോ. നല്ലിടി അവനിട്ട് ഇടിച്ചിട്ടുണ്ടാവും എന്നുള്ളത് പ്രാർത്ഥിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് തൊടാൻ വേണ്ടി പറ്റില്ല.